പിന്നെ വായനക്കാരെ സംബന്ധിച്ചോളം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ സദസ്സിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു വായനക്കാർക്കൊന്നും വലിയ പ്രയാസം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അതേസമയത്ത് ഇപ്പോൾ ഈ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന നിലയ്ക്ക് ഞാനിപ്പോൾ ഒരുപാട് വായനശാലകൾ സന്ദർശിച്ചു. പല വായനശാലകളുടെയും സ്ഥിതി വളരെ പരിതാപകരമാണ്. വായനക്കാരില്ലാത്ത, കൃത്യമായിട്ട് തുറക്കാൻ കഴിയാത്ത വായനശാലകൾ പോലും നമ്മുടെ ഇടയ്ക്കുണ്ട്. സത്യത്തിലെല്ലാം വ്യത്യസ്തമായിട്ടുള്ള വായനശാലകളാണ് ഇന്ന്. കാരണം ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, വായനശാല പ്രവർത്തകർ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം അങ്ങനെ ഒരു എന്താ പറയാ, ഒരു കാലത്തിൽ കൂടിയാണ് നമ്മളെ പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ തലമുറയെ സംബന്ധിച്ചോളം ഇത്തരം വായനശാലകളിലേക്ക് ഒന്ന് വരാൻ അവർ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ആ രീതിയിലൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി ചെറിയ തോതിൽ വായനശാലയിൽ നിന്ന് തുറക്കുന്നുണ്ട്. പലരും പത്രം വായിക്കാൻ വരുന്ന, സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ആളുകൾ വരുന്നു. ചിലപ്പോൾ 1, 2, 3, 4 ആളുകൾ കയറി വന്ന് പുസ്തകം എടുക്കുന്നുണ്ട്. ആ ഒരു സ്ഥലത്തിലേക്ക് പറയുന്നുണ്ട്. അപ്പം അതിലേക്ക് ഒന്ന് മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗം കൂടി ആയതുകൊണ്ടാണ് ഈ വായനാ പക്ഷാചരണം നമ്മൾ ആചരിക്കുന്നത്. ജൂൺ 19 തുടങ്ങി ജൂലൈ 7 വരെ PN പണിക്കർ അനുസ്മരണം മുതൽ IB ദാസിന്റെ ജന്മദിനം വരെയുള്ള പരിപാടികൾ. ഇതിനകത്തൊരു 10-12 പരിപാടികൾ. ഈ 10-12 പരിപാടികൾ വരുന്ന സമയത്ത് അതിലൊരു 6 നടത്തി കഴിച്ചാൽ നമുക്ക് ഗ്രാൻഡ് കിട്ടും. ബാക്കി നടത്തി കഴിച്ചാൽ കുറേ. അങ്ങനെ ഇത്തരം പരിപാടികളിലേക്ക് ആളുകളെ ആകർഷിച്ചുകൊണ്ട് നമ്മളെ വായനക്കാരില്ലാത്ത, കൃത്യമായിട്ട് തുറക്കാൻ കഴിയാത്ത വായനശാലകൾ പോലും നമ്മുടെ ഇടയ്ക്കുണ്ട്. സത്യത്തിലെല്ലാം വ്യത്യസ്തമായിട്ടുള്ള വായനശാലകളാണ് ഇന്ന്. കാരണം ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, വായനശാല പ്രവർത്തകർ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം അങ്ങനെ ഒരു എന്താ പറയാ, ഒരു കാലത്തിൽ കൂടിയാണ് നമ്മളെ പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ തലമുറയെ സംബന്ധിച്ചോളം ഇത്തരം വായനശാലകളിലേക്ക് ഒന്ന് വരാൻ അവർ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ആ രീതിയിലൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി ചെറിയ തോതിൽ വായനശാലയിൽ നിന്ന് തുറക്കുന്നുണ്ട്. പലരും പത്രം വായിക്കാൻ വരുന്ന, സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ആളുകൾ വരുന്നു. ചിലപ്പോൾ 1, 2, 3, 4 ആളുകൾ കയറി വന്ന് പുസ്തകം എടുക്കുന്നുണ്ട്. ആ ഒരു സ്ഥലത്തിലേക്ക് പറയുന്നുണ്ട്. അപ്പം അതിലേക്ക് ഒന്ന് മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗം കൂടി ആയതുകൊണ്ടാണ് ഈ വായനാ പക്ഷാചരണം നമ്മൾ ആചരിക്കുന്നത്. ജൂൺ 19 തുടങ്ങി ജൂലൈ 7 വരെ PN പണിക്കർ അനുസ്മരണം മുതൽ IB ദാസിന്റെ ജന്മദിനം വരെയുള്ള പരിപാടികൾ. ഇതിനകത്തൊരു 10-12 പരിപാടികൾ. ഈ 10-12 പരിപാടികൾ വരുന്ന സമയത്ത് അതിലൊരു 6 നടത്തി കഴിച്ചാൽ നമുക്ക് ഗ്രാൻഡ് കിട്ടും. ബാക്കി നടത്തി കഴിച്ചാൽ കുറേ. അങ്ങനെ ഇത്തരം പരിപാടികളിലേക്ക് ആളുകളെ ആകർഷിച്ചുകൊണ്ട് നമ്മളെ